തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പി ആട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇതുവരെ ഉള്ളിവട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഞാനിപ്പോൾ ഇതാ 3 ചെറിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് അതിലുള്ള ആ വെള്ളം മുഴുവൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് ഈ സവോള മാത്രം ഒന്ന് മാറ്റിയെടുക്കുക. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കിയിട്ട് അതേ ബൗളിലേക്ക് തന്നെ ഈ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കൂടി പോകരുത്, 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഈ മാവ് ഉരുട്ടി എടുക്കരുത്, നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. അതങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ല. നല്ല ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.